നമസ്കാരം. ഇന്നലെ വന്ന ഒരു വാർത്ത നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെല്ലുന്നു. അവളൊരു വിദ്യാർത്ഥിനിയാണ്, ആലപ്പുഴക്കാരിയാണ്, എറണാകുളത്താണ് അവൾ പഠിക്കുന്നത്. അവൾ ആശുപത്രിയിൽ ചെല്ലുന്നത് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ടാണ്. വയറ് വീർത്തിരിക്കുന്നത് കണ്ട് ആശുപത്രി ജീവനക്കാർക്കൊരു സംശയം തോന്നി. ഗർഭിണിയാണോ എന്ന് ചോദിച്ചു. അല്ല, ഇത് വയറ്റിൽ കൊഴുപ്പടിയുന്ന പ്രശ്നമാണ്, ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അത് വീട്ടിലിരിക്കുകയാണ്, കൊണ്ടുവന്നില്ല. ഈ പെൺകുട്ടി എത്തിയത് അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഒപ്പമാണ്, അമ്മ കൂടെയില്ല. അപ്പോൾ ഡോക്ടർമാർ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അവർക്കിത് കണ്ടപ്പോൾ സംശയം തോന്നുന്നു. അതുമാത്രമല്ല, ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ശുചിമുറിയിൽ പോകുന്നു വരുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ആർത്തവ സമയമാണെന്ന് പറഞ്ഞു. ആർത്തവമൊക്കെ കൃത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറയുന്നു. എന്നിട്ടും ആശുപത്രി ജീവനക്കാർക്ക് സംശയം തീർന്നില്ല. അവർ വീണ്ടും സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ വയറ് പരിശോധിക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്നു. പക്ഷെ പെൺകുട്ടി വയറിൽ തൊടാനോ വയറ് പരിശോധിക്കാനോ സമ്മതിക്കുന്നില്ല. പക്ഷെ അവൾക്ക് വേദന സഹിക്കാനും കഴിയുന്നില്ല. നടുവും വയറും അടച്ചുള്ള ഭയങ്കരമായിട്ടുള്ള വേദന കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്ന് ചെയ്യൂ എന്നാണ് പെൺകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ആശുപത്രി ജീവനക്കാർക്ക് നല്ല സംശയവും ഉണ്ടായിരുന്നു. ഏതായാലും അന്ന് രാത്രി ആ പെൺകുട്ടി ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിക്കുക മാത്രമല്ല അവൾ ചെയ്തത്, അതിനുള്ള മിടുക്ക് മാത്രമല്ല അവൾക്കുണ്ടായിരുന്നത്. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണോ ദൈവമേ അറിയില്ല, അതിനെ വലിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു ജനലിലൂടെ. ആ മനക്കട്ടി ഒന്ന് ചിന്തിക്കണം. ആ കുഞ്ഞ് ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സുരക്ഷിതമായിട്ടിരിക്കുന്നു. കുഞ്ഞ് ചെടികൾക്കിടയിലേക്കാണ് വീണത്. അതിന് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയില്ല. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് നമുക്കേ സഹിക്കുന്നില്ല, ഇവൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു പ്രസവം, അത് 25 വയസ്സുള്ള പെൺകുട്ടികളോ സ്ത്രീകളോ ഒക്കെ ആണെങ്കിൽ പോലും, യുവതികളാണെങ്കിൽ പോലും, ഒരു ജില്ലയെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ബഹളത്തോടെ ആയിരിക്കും ഒരു പ്രസവം നടക്കുന്നത്. അപ്പോൾ ആരും അറിയാതെ എങ്ങനെ നിശബ്ദമായിട്ട് ഈ പെൺകുട്ടി പ്രസവിച്ചു, സ്വന്തമായിട്ട് ഒരാളുടെയും സഹായമില്ലാതെ പ്രസവിച്ചു എന്നത് ഒരു അത്ഭുതമല്ല, ഒരു മഹാത്ഭുതമാണ്. അത് മാത്രമല്ല, 19 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തറിയാനുള്ള പ്രായമായി, ഒന്നും അറിയില്ല, പഠിക്കാൻ വിട്ടതാണ്. ഏറ്റവും വലിയ മഹാത്ഭുതം ഇതിനകത്ത് കിടക്കുന്നത് വീട്ടുകാരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. 10 മാസം പൂർണ്ണ ഗർഭിണിയായി സ്വാഭാവികമായിട്ട് പെൺകുട്ടി പ്രസവിക്കുകയാണ്, മാസം തികഞ്ഞ് പ്രസവിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും വീട്ടിലാരും ഇത് ചോദിച്ചില്ല, ഇത് അറിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് എത്ര വലിയ അത്ഭുതമാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റും അതുതന്നെയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ്. പഠിക്കാനാണെന്നും പറഞ്ഞ് പെൺകുട്ടികളെ വിടുന്നു, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഗർഭമുണ്ടാകുന്നു. ആ ഗർഭം അവർ കൊണ്ട് നടക്കുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും അറിയില്ല. ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ കൊടുക്കുന്നു പോലുമില്ല. അവർ സ്വാഭാവികമായിട്ടങ്ങ് ജീവിച്ചു പോകുന്നു. അവസാനം പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പറയുന്നില്ല ഗർഭിണിയാണ് എന്ന് പോലും. ഇവിടെ നമ്മളൊരാൾ ഗർഭിണിയായി കഴിയുമ്പോൾ എത്ര ഇഞ്ചക്ഷനുകളാണ് എടുക്കുന്നത്, എത്ര TTകളാണ് എടുക്കുന്നത്, നമ്മൾ എന്തൊക്കെ ഗുളികകളാണ് കഴിക്കുന്നത് അല്ലേ. ഫോളിക് ആസിഡും കാൽസ്യം ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നു, കൃത്യമായിട്ട് ചെക്കപ്പുകൾ നടത്തുന്നു, കുഞ്ഞിൻ്റെ പൊസിഷൻ നോക്കുന്നു, പ്രസവത്തിന് ഡേറ്റ് തരുന്നു, നേരത്തെ അഡ്മിറ്റ് ആകുന്നു, സിസേറിയൻ ആണെങ്കിൽ അങ്ങനെ എന്തൊക്കെ സങ്കീർണതകൾ ഉണ്ടാകുന്നു. ഇതൊന്നുമില്ലാതെ 19ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആരും അറിയാതെ. ഈ വീട്ടുകാരുടെ ഉത്തരവാദിത്വം എത്രയായിരുന്നു എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തൊക്കെയാണ്, സാഹചര്യം, ഇതൊന്നും നമുക്കറിയില്ല. സാധാരണഗതിയിൽ പറയുകയാണ്, പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ പാടായി, അവളുടെ ജീവിതമായി എന്നങ്ങ് കരുതി എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഈ 10 മാസത്തിനോ 9 മാസത്തിനോ ഇടയ്ക്ക് ഇവർ തമ്മിൽ കണ്ടിട്ടില്ലേ? ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഇവരാരും വയറ് ശ്രദ്ധിക്കുന്നില്ലേ? എത്ര വയറ് കുറവുള്ള ആളാണെങ്കിലും 9-9.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം വയറ് കാണും. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ സ്ത്രീകൾ മറ്റാരും ഇല്ലായിരുന്നു, ഇതിന് അമ്മയില്ല, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും നമുക്കില്ല. എങ്കിലും ഒരു മഹാത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഒരുപാട് പേർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും നമുക്ക് കണ്ടാൽ നമുക്കത് പുറത്ത് പറയാൻ പോലും പറ്റില്ല. അതുപോലത്തെ നമുക്കാർക്കും പിടിതരാത്ത വിധത്തിലുള്ള കോപ്രായങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത്. വളരെ രഹസ്യ സ്വഭാവത്തോടെയൊക്കെയാണ് ഇവരുടെയൊക്കെ ബന്ധങ്ങൾ പോകുന്നത്. അതും ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയപ്പെട്ടാണ് അങ്ങനെയൊക്കെ പോയി കാണുന്നത്, അങ്ങനെ പോയി റൂം എടുക്കുന്നത്. ഇതിപ്പോൾ 18 വയസ്സിന് മുകളിലായതുകൊണ്ട് വേറെ നിയമപരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം എന്താണ്, ഈ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ പിഞ്ചു കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് ചിന്തിച്ച ആ ഒരു മനസ്സ്, സ്വന്തം ഈ 10 മാസം ചുമന്നതല്ലേ, സ്വന്തം കുഞ്ഞല്ലേ, അതിനെ വലിച്ചെറിഞ്ഞത്, ആരോടും ഇത്ര നാളും പറയാതിരുന്നത്. ഇവർക്കൊരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു ഈ പെൺകുട്ടിക്ക് ഇതൊന്ന് പങ്കുവയ്ക്കാൻ. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടും ആരോടും പറയാതിരുന്നതാണോ?
എത്ര വലിയ സങ്കീർണതകളാണ് ഇതിനകത്തുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും പഠിക്കാൻ എവിടെയെങ്കിലും വിട്ടിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ മാത്രം പോരാ മാതാപിതാക്കൾ. അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയും അങ്ങ് കൊടുത്ത് ജീവിത സാഹചര്യങ്ങളും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ്, വേറെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇത് പറഞ്ഞു വന്ന വഴി അതുകൂടി പറഞ്ഞേക്കാം. അസ്ട്രോ ടോക്ക് എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു ആപ്പ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പരസ്യം കൊണ്ട് യൂട്യൂബ് ഒന്നും ഓപ്പൺ ചെയ്യാനേ നിവൃത്തിയില്ല. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആണെങ്കിലും നിറയെ പരസ്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ദയനീയമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ചില സിനിമാ നടിമാരും സിനിമാ നടന്മാരും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാവി കൃത്യമായിട്ട് പ്രവചിക്കാം. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണോ, ഇതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്രേമമുണ്ടോ, നിങ്ങളുടെ കാമുകിയെക്കുറിച്ച് കാമുകനെക്കുറിച്ച്, നിങ്ങളുടെ വിവാഹം എന്ന് നടക്കുമെന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് എല്ലാം പ്രവചിക്കാം. അസ്ട്രോടോക്ക് എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആദ്യത്തേത് ഫ്രീ ചാറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ്, വെറും തട്ടിപ്പ്. ഈ തട്ടിപ്പാണെന്ന് ഞാൻ പറയുന്നത് ഞാനിത് പരീക്ഷിച്ച് നോക്കിയത് കൊണ്ടാണ്. ഇത്രയും പേരൊക്കെ പറയുന്നതല്ലേ, എന്താണെന്നൊന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തും പേരും മാത്രം കൊടുത്താൽ മതിയല്ലോ, എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് കയറി. ഫുൾ AI വെറും നാണം കെട്ട കളികളാണ് നടക്കുന്നത്. ശ്രീകുട്ടി എന്ന പേരിൽ ഒരു AI ചിത്രത്തോടു കൂടി ഒരു സ്ത്രീ ഓൺലൈനിൽ കാണിക്കുന്നു, ചാറ്റിൽ ജോയിൻ ആകുന്നു, നമ്മുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാൻ പറയുന്നു, മലയാളം തിരഞ്ഞെടുത്തു. അപ്പോൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇങ്ങോട്ട് ചോദിക്കുകയാണ് ആദ്യം. കല്യാണം കഴിച്ച് ഭർത്താവും 2 പിള്ളേരുമായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കട്ടെ, ലവിനെ കുറിച്ച് പറയട്ടെ, നിങ്ങളുടെ ലവറിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ ജോലിയെക്കുറിച്ചാണ് അറിയേണ്ടത്. ഉടനെ നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ ജാതകം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഏതാനും സെക്കൻഡുകൾ, ഈ ആദ്യ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2.5 മിനിറ്റോ മറ്റോ ഉള്ളൂ ആദ്യത്തെ ഒരു ചാറ്റ്, ഫ്രീ ചാറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജാതകം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഫ്രീ ചാറ്റിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ ചാറ്റ് ചെയ്യണമെങ്കിൽ 1 മിനിറ്റിന് 26 പൈസയോ 32 പൈസയോ വെച്ച് നമ്മൾ ചിലവാക്കണം. ഇത് ഫുൾ ഉഡായിപ്പാണ്, ഫുൾ തട്ടിപ്പാണ്. അസ്ട്രോളജി തട്ടിപ്പാണ്, കള്ളമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ വസ്തുതയും വാസ്തവങ്ങളുമുണ്ട്, സത്യമുണ്ട്. പക്ഷേ ഈ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ആപ്പുകൾ, അതിന് ഇത്രത്തോളം ഒരു പബ്ലിസിറ്റി, ഒരു ഹൈപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് വളരെ തെറ്റാണ്. വെറും ഫ്രോഡുകളാണ്, തട്ടിപ്പാണ്. നമ്മുടെ പൈസ വിടുങ്ങാനുള്ള, നമ്മുടെ സമയം നശിപ്പിക്കാനുള്ള, നമ്മുടെ മനസ്സിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമാണിത്. ഇതിൻ്റെ ഭാഗമാകുന്ന ഈ സിനിമാ നടന്മാരോടും സിനിമാ നടിമാരോടും ഒക്കെ അങ്ങേ അറ്റത്തെ ദേഷ്യം തോന്നുകയാണ്. നിങ്ങൾക്കൊക്കെ പൈസയ്ക്ക് ഇത്രയും ക്ഷാമമുണ്ടോ? പൈസയ്ക്ക് കുറവൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളുടെ ഭാഗമാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ആപ്പ് എന്നും പറഞ്ഞൊരു ആപ്പുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, പൈസ ചിലവാക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഫേസ്ബുക്കിലും അറിയാത്ത ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് എത്രയോ എണ്ണങ്ങൾ ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ, വളരെ വളരെ നൂതനമായിട്ടുള്ള തട്ടിപ്പുകൾ, നമുക്കിത് തട്ടിപ്പാണ് എന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിലുള്ള തട്ടിപ്പുകളും നല്ല നല്ല സാഹചര്യങ്ങളും, നല്ല സാഹചര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് അനുയോജ്യമായ, അതായത് നമുക്ക് എങ്ങനെയും ജീവിതം നാശമാക്കാൻ അനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നിരവധി അനവധി ഇന്നത്തെ കാലത്തുണ്ട്. അതിലൊന്നും പെടാതെ ജീവിക്കുക എന്ന് പറയുന്നത് ദുഷ്കരം തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് സാധിക്കണം, നമ്മുടെ മക്കൾക്ക് സാധിക്കണം, സഹോദരങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും മാതാപിതാക്കളോട് പറയുകയാണ്, നമ്മുടെ പെൺമക്കളുടെ ആണെങ്കിലും ആൺമക്കളുടെ ആണെങ്കിലും കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നോട്ടം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് അവർക്ക് ആഹാരം കൊടുക്കുകയോ പണം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ മാത്രമല്ല, അവരുടെ ജീവിതഘട്ടങ്ങളിൽ, അവർ പോകേണ്ട വഴികളിൽ കൃത്യമായിട്ട് അവരെ നയിക്കുന്നതിൽ മാതാപിതാക്കൾക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്ന നിരവധി ആപ്പുകളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൊന്നും ചെന്ന് വീണ് നമ്മുടെ ജീവിതവും സമയവും പണവും നഷ്ടപ്പെടുത്താതിരിക്കുക.